ഞാനിപ്പം നിൽക്കുന്നത് തങ്കശ്ശേരി വാട്ടർ ബ്രേക്ക് പാർക്കിലാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്, കണ്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, നല്ല ഭംഗിയാണ് അതുപോലും കാണാൻ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെയാണ് ₹10 ആണ് അഡൽട്ടിന്. അപ്പം ഞങ്ങൾ അതൊക്കെ അടച്ചു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ഫുൾ കല്ലൊക്കെ വെച്ചൊരു സൈഡ് ഫുൾ കെട്ടിയിട്ടേക്കാണ്. അപ്പുറത്തെ സൈഡും അതുപോലെയാണ്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് നിന്നാൽ കുറച്ചുകൂടെ ലൈറ്റ് ഹൗസ് കുറച്ചുകൂടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് നടക്കാമെന്ന് വെച്ചു. അവിടെയാണ്, അതിലെ വഴിയാണ് നമ്മൾ എൻ്റർ ചെയ്ത് വന്നത്. അവിടെയാണ് ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ കുറേ കാണാനുണ്ട്. ഇതാണ് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന സൈഡ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് നടന്നാൽ അവിടെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ആ കെട്ടിയിട്ടേക്കുന്ന പോർഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങും അങ്ങനെയുള്ള സൗകര്യങ്ങളും കണ്ടോ, ലൈറ്റ് ഹൗസ് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഈ സൈഡിലാണ് കെട്ടിയിട്ടേക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ഇതുപോലെ ഒരു അന്തരീക്ഷം, ഇതുപോലൊരു പീസ്ഫുൾ അന്തരീക്ഷം, ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ചായഞ്ഞ് കിടക്കുന്ന കടലിലോട്ട്, ഞാൻ ബീച്ചിലൊന്നും പോകുമ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. മൂവീസിലൊക്കെ ഇങ്ങനെ പാട്ടിൻ്റെയൊക്കെ കൂടെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ അല തല്ലുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ, എനിക്കറിയില്ല. നിങ്ങളിൽ പലരും, കേൾക്കുന്നവരിൽ പലരും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അടുത്തൊക്കെ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു പേഴ്സണലി. നല്ലോണം കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലോണം എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. ഞാൻ പറഞ്ഞില്ല, നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ BEdന് കർമ്മല റാണിയിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ തങ്കശ്ശേരിയിലാണ്. വാടിക്കും ഈ വാട്ടർ ബ്രേക്ക് പാർക്കിനും ഒക്കെ തൊട്ടടുത്താണ്. സോ അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നതാണ്. ഒരു ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. സമയം ഉണ്ടായതുകൊണ്ട് വന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഭാരമൊക്കെ ഉണ്ടെങ്കിൽ പോകും. നമ്മൾ മിക്കവരും കടൽ കാണാൻ വരുന്നത് ഭാരവും മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വെക്കാനും പുതിയ ഹോപ്പുകളൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ്. കാരണം കടൽ എപ്പോഴും നമുക്കൊരു പീസ്ഫുൾ വൈബായിരിക്കും തരുന്നത്. പല ഫേസസ് ഉണ്ട് കടലിന്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മൾ ധനുഷ്കോടി ഏരിയയിലൊക്കെ ചെന്നാൽ രണ്ട് സൈഡിലും ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളതും ഒന്ന് നല്ല വയലൻ്റ് ആയിട്ടുള്ളതും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഹൗസ് കാണാൻ വന്നു. അപ്പം ലൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ലൈറ്റ് ഹൗസിന് കയറുന്നതിന് മുന്നേ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ പോവുകയാണ്. അവിടെ കൊയിലോൺ ലൈറ്റ് ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൊയിലോൺ കൊല്ലത്തിൻ്റെ പഴയ പേരാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, കൊല്ലംകാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇത് എംബ്ലം, നമ്മുടെ നേവി ലൈറ്റ് ഹൗസസ് എന്ന് പറഞ്ഞ എംബ്ലമാണ്. പിന്നെ ഇവിടെ തങ്കശ്ശേരി പോയിൻറ്റ് ലൈറ്റ് ഹൗസ് കൊല്ലം, ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ്. നമുക്ക് കൂടുതൽ തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണൊക്കെ. ഓക്കെ, അങ്ങനെ ഞാൻ എങ്ങനെ കയറിയെന്ന് വെച്ചാൽ ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റെയർസ് ഉണ്ട്. ഞാൻ ലിഫ്റ്റ് വഴിയാണ് കയറി. പക്ഷേ ഏറ്റവും അവസാനത്തെ പടി നമ്മൾ കയറിയേ പറ്റത്തുള്ളൂ. ഇത് ലിഫ്റ്റ് തന്നെ താഴോട്ട് വരുന്നത്. അപ്പം ഇതൊരു ഇങ്ങനെ കറങ്ങിയ സ്റ്റെപ്സാണ്. അപ്പം മുതിർന്നവർക്ക് ഏറ്റവും മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഇച്ചിരി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മുതിർന്നവർക്ക് എളുപ്പം കയറാൻ പറ്റിയെന്ന് വരില്ല. അത് താണ്ട ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ലിഫ്റ്റിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റെപ്പ് ഒരു നില കയറാനുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കയറാൻ പറ്റുന്നവർക്ക് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത് കയറി വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. എനിക്ക് തോന്നി ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ച കേട്ടോ. ഒരു പിക്ചറസ്ക് ആയിട്ടുള്ളൊരു വ്യൂ ആണിത് എനിക്ക് കാണുമ്പോൾ തോന്നിയത്. നല്ല ഒരു പടം വരച്ച് വെച്ചേക്കുന്ന പോലെ. അത് വാടി സൈഡിലെ ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ ആ കാണുന്നത്. ആ ബോട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ആ കടലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കവർ ചെയ്ത് മുഴുവനൊന്ന് കാണിച്ചു തരാം. ഒരു ലൈൻ വരയ്ക്കുന്ന മാതിരിയാണ് ആ കടലും ആകാശവും തമ്മിലുള്ളൊരു സെപ്പറേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മിക്ക ആൾക്കാരും ഇവിടെ വരുന്നത് മനസ്സിനൊന്ന് കൂളാക്കാനും മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാനും. ആ ഒഴുക്കൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതിൽ മെൽറ്റായി പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ. ഇത് കടലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് വിഷമമുള്ളത് നമുക്ക് മറക്കാനും അതേപോലെ തന്നെ പുതിയ ഹോപ്പ് തരാനും ഒക്കെ കടലിന് സാധിക്കും. അത് കണ്ടോ, റഡാറാണ്, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റഡാറാണ്.
അത് ഞാൻ പറഞ്ഞില്ലല്ലോ നേരത്തെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കടലിന് നമ്മൾ അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും കടലിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ബീച്ചിലോട്ട് പോകുന്നത്. എപ്പോഴും മനസ്സൊന്ന് ഡെസ്പാവുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഹാപ്പിനെസ് കിട്ടുമ്പോഴോ ഒക്കെ കടലിലാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഒരു കൈൻഡ് ഓഫ് സോളസാണ് കടൽ നമുക്ക് തരുന്നത്. നല്ല പീസ്ഫുള്ളായിട്ട് അനങ്ങാതെ കുറച്ച് നേരം നിന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് ലൈഫിൽ നമ്മൾ എന്താ വിചാരിക്കുന്ന ഒന്നുമല്ല റിയാലിറ്റി എന്ന് തോന്നിപ്പിച്ച് തരുന്ന ഒരു ഒരു പ്രതിഭാസമാണ് കടൽ. അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാൻ കണ്ടതൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓരോ ബുക്കുകളിൽ വായിക്കുന്ന കഥാപാത്രങ്ങളും ലൊക്കേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും മിക്ക ആൾക്കാർക്കും. ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റും എക്സ്പീരിയൻസും എല്ലാം നിങ്ങളിലൂടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കണ്ടോ ആ ഒരു പച്ചപ്പും ആ ഒരു കടലിൻ്റെ ആ ഒരു ഇതും തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നതും എനിക്കെന്തോ ഭയങ്കര ഹാപ്പിനെസ് തോന്നുകയാണ്. നല്ല ജോയ്ഫുൾ മൂഡാണ് ആ ഒരു ദിവസം എനിക്കിന്ന് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോഴും എന്നിൽ ആ ഒരു ഫീലിംഗ് അന്നേരം എനിക്ക് കിട്ടിയൊരു ഫീലിംഗാണ് ഇപ്പോൾ സ്റ്റിൽ എനിക്ക് അത് കിട്ടുന്നുണ്ട്. കണ്ടോ ആ ഒരു ഭംഗി, ആ ഒരു കടൽ, ആ ഒരു ആകാശം, ക്ലൗഡ്സ്, ഗ്രീനറി, ബോട്ട്സ് എല്ലാം. അപ്പം ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി എല്ലായിടും ഒന്ന് ചുറ്റി കാണിച്ചു തന്നു എങ്ങനെയാണ് എൻട്രി. ഇതാണ് എൻട്രി വാട്ടർ ബ്രേക്ക് പാർക്കിൻ്റെ. ജസ്റ്റ് കണ്ടല്ലോ. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നത് ലൈറ്റ് ഹൗസിനകത്തിരുന്നുകൊണ്ട് ഉള്ള ഫോട്ടോസാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അമ്മയോട് പറഞ്ഞ് കുറച്ച് ക്ലിക്സ് എടുത്തു. അങ്ങനെ എടുത്ത ഫോട്ടോസ് ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വാടിക്കടപ്പുറം, തങ്കശ്ശേരി കൊല്ലത്തുള്ള വാടി. മിക്ക ആൾക്കാരും പറയും ലൈക്ക് കൊട്ടയിലൊക്കെ മീൻ ലാഭത്തിന് കിട്ടണമെങ്കിൽ വാടിയിൽ വരണമെന്ന്. അപ്പം അതാണ് ഈ വാടി കേട്ടോ. കുറേ ആൾക്കാർ അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഫിഷിംഗ് ബോട്ട് ഉൾക്കടലിലൊക്കെ കൊണ്ടുപോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മൂവീസിലൊക്കെ കാണും, അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ ജീവിതമാണിത്. കുറേ ആൾക്കാർ മീൻ ലാഭത്തിന് വാങ്ങിക്കാൻ വരുന്നു. കുറേ ആൾക്കാർ ഉപജീവനത്തിന് വേണ്ടി ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. എല്ലാം ഒരു ഹോപ്പാണ്. എല്ലാവരിലുമുള്ളൊരു ഹോപ്പാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹോപ്പാണ് നമ്മളെല്ലാവർക്കും ഉള്ളത്. പക്ഷികളാണെങ്കിലും മീൻ കൊത്തിയെടുക്കാൻ വേണ്ടി ചുറ്റും പറക്കുന്നു. ഒരു മൂവി സീൻ പോലെ അല്ലേ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ്.